അങ്ങനെ ആദില അനുമോളെ വലിച്ചു കീറി ഒട്ടിച്ചു. അതിനുശേഷം നമ്മുടെ ശൈത്യയെ പൊക്കിയടിച്ചു. എന്താണ് സംഭവിച്ചത്? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷിയസ് റോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വിളിക്കുക കേട്ടോ. അതായത് നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തേക്കുന്നത് നിങ്ങളെ സഹായിച്ച ഒരാളുടെ പേര് പറയുക, അല്ലെങ്കിൽ അത് ആരും കണ്ടിട്ടില്ല നിങ്ങളെ സഹായിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് നമ്മുടെ ആദില വന്നിട്ട് ശൈത്യയുടെ കുറേ നന്മകൾ പറയുന്നുണ്ട്. ഫുഡ് എടുത്ത് മാറ്റി വെച്ചു, ബാറ്ററി മാറ്റാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒരു കോൺസെപ്റ്റിന് ആവശ്യമേ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അതായത് ബേസിക്കലി ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം ഒരുപാട് മിണ്ടാൻ ശ്രമിച്ചു എന്നും, ശൈത്യം നല്ലതാണ്, ശൈത്യം മിണ്ടാൻ പോയപ്പോഴൊക്കെ അനുമോൾ അവോയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറയുന്നുണ്ട്. എന്നിട്ട് ശൈത്യം പൊക്കിയടിച്ച് ആ ഒരു പൊക്കിയടിക്കൽ ശൈത്യം കരഞ്ഞു തന്നെ പോയി. ലാസ്റ്റ് അവർ വന്നിട്ട് ഇങ്ങനെ ടി വിയുടെ മുമ്പിലൊക്കെ വന്ന് കെട്ടിപ്പിടിക്കലും കരച്ചിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ആദില ചെയ്ത് കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആദില പിന്നീട് എനിക്ക് അടുത്ത പറയാനുള്ള അനുക്കുട്ടീനെ കുറിച്ചാണ്. ഞാനും അനുമോളും ഇപ്പം നല്ല പ്രശ്നത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവളെ എന്നോട് മിണ്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായും മിണ്ടും. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളി വെച്ചിട്ട് പോകണമെന്ന് ഒരു ആഗ്രഹമില്ല. ഇവിടെ നിന്നുള്ളത് ഇവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അനുമോൾ ചിലപ്പോൾ സ്ട്രാറ്റജിപരമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും. എനിക്കങ്ങനെ ഒരു വിഷമവും ഇല്ല അനുമോളോട്. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും, അതിൻ്റെ പേരിൽ അടി ഉണ്ടാകേണ്ടി വരും. എപ്പോഴും നമുക്ക് തന്നെ ഒലിപ്പിച്ച് ചിരിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ഞാനാണ് അവളുടെ പുറകെ പോകാറുള്ളത്, പട്ടിക്ക് തരുന്ന വിലയെ പോലെ. അപ്പോൾ ഇനി അനുമോൾ എന്നോടൊന്ന് മിണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും മിണ്ടും, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദില നന്നായി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇനി അനുമോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഇനിയും കൂടുതൽ കുറയുമോ എന്നൊക്കെ നമുക്ക് കണ്ടതിന് അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.